ഉണ്ട ചോറിന് നന്ദി കാണിക്കാത്തവർ എന്നൊരു പ്രയോഗമുണ്ട്. ഇന്നത് ഏറ്റവും കൂടുതൽ ചേരുന്ന രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ ഒമർ അബ്ദുള്ളയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ നാഷണൽ കോൺഫറൻസുമാണ്. ഏറ്റവും വലിയ പ്രതീക്ഷയോടെ കശ്മീരിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച BJP ഒരു വശത്ത് മതയാനയെ പോലെ നിൽക്കുമ്പോൾ മറുവശത്ത് BJPയെ എതിർക്കുന്ന നൂറുകണക്കിന് കക്ഷികൾ ഛിന്ന ഭിന്നമായി കിടക്കുകയായിരുന്നു. അതിനെ യോജിപ്പിച്ചു കൊണ്ടുവന്ന് ഇന്ത്യ മുന്നണിയായി വളർത്തിയെടുത്ത് ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്ത നേതാവിൻ്റെ പേരാണ് രാഹുൽ ഗാന്ധി. ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഒമർ അബ്ദുള്ള. ലോകസഭയിൽ നരേന്ദ്രമോദിയെ തകർക്കാൻ കെൽപ്പുള്ള ഒരേ ഒരു നേതാവായ രാഹുൽ ഗാന്ധി പറയുന്നത് കേൾക്കുന്നതാണ് കശ്മീരിന് ഇനി നല്ലത് എന്ന് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയെടുത്തു നിന്നാണ് BJP കശ്മീരിൽ തളർന്നതും ഇന്ത്യ സഖ്യം വിജയിച്ചതും ഒമർ അബ്ദുള്ള എന്ന നന്ദി കെട്ടവൻ മുഖ്യമന്ത്രിയായതും. എന്നാൽ ഇപ്പോൾ ആ രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും വിമർശിക്കുകയാണ് ഈ എരണം കെട്ടവൻ എന്ന് വേണമെങ്കിൽ പറയാം. ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ക്രമക്കേട് നടന്നു എന്ന് 100% കണ്ടുപിടിച്ച കോൺഗ്രസ് EVM ക്രമക്കേടുകളെ കുറിച്ച് ഉന്നയിച്ച ആരോപണങ്ങളെ ഇപ്പോൾ പരിഹസിക്കുകയാണ് നാഷണൽ കോൺഫറൻസ് നേതാവ് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയായ ഒമർ അബ്ദുള്ള. തെരഞ്ഞെടുപ്പിൽ തോൽക്കുമ്പോൾ മാത്രം EVMനെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല എന്നാണ് നന്ദിയില്ലാത്ത ഒമർ അബ്ദുള്ള പറഞ്ഞിരിക്കുന്നത്. ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും തെരഞ്ഞെടുപ്പ് പരാജയങ്ങളെ തുടർന്ന് കോൺഗ്രസും മറ്റു പ്രതിപക്ഷ പാർട്ടികളും ബാലറ്റ് പേപ്പർ വോട്ടിങ്ങിലേക്ക് മടങ്ങണമെന്നാവശ്യപ്പെട്ടിരുന്നു. EVMകളുടെ വിശ്വാസ്യതയിൽ ആശങ്ക പ്രകടിപ്പിച്ച പ്രതിപക്ഷ കക്ഷികൾക്കെതിരെ BJP പരിഹാസം തുടരുന്നതിനിടെയാണ് ഒമർ അബ്ദുള്ളയും സമാന നിലപാടുമായി രംഗത്തെത്തിയത്. ഫലങ്ങൾ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാത്തപ്പോൾ മാത്രം EVMകളെ ചോദ്യം ചെയ്യുന്നത് തെറ്റാണെന്നാണ് മരയോന്തിന്റെ മറ്റൊരു രൂപമായ ഒമർ അബ്ദുള്ള പറഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ സമാജ്വാദി പാർട്ടിയും NCPയും മമതയും ശിവസേന UPTയും ഒക്കെയാണ് കൂടുതൽ EVMനെതിരെ അന്ന് സംസാരിച്ചത് എന്നിരിക്കെ കോൺഗ്രസിനോട് മാത്രമല്ല മുഖ്യമന്ത്രിയായതിനു ശേഷം സ്വന്തം പങ്കാളികളോട് മുഴുവൻ ഈ സമീപനം സ്വീകരിക്കുന്നത് തന്നെ BJP ഇട്ടുകൊടുക്കുന്ന എച്ചിൽ തിന്നാൻ പോകുന്ന തയ്യാറെടുപ്പിലാണ് എന്നുറപ്പിക്കാം. ഇതുവരെ ഒമർ അബ്ദുള്ള നിരത്തിയ വാദങ്ങളും അദ്ദേഹത്തിന്റെ മുൻകാല പരാമർശങ്ങളും ഒക്കെ പരിശോധിക്കണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് അവിടുത്തെ മുസ്ലിം മതത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒട്ടനവധി രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ കലഹിച്ചും കുതിക്കാൽ വെട്ടിയും BJPക്ക് വഴിയൊരുക്കും എന്ന് പറഞ്ഞൊരു സമയത്താണ് രാഹുൽ ഗാന്ധി പോയി ഈ അപ്പനെയും മകനെയും കൂടെ നിർത്തി നമുക്ക് ജയിച്ചു വരാമെന്ന ആത്മവിശ്വാസം നൽകിയിരിക്കുന്നത്. നാഷണൽ കോൺഫറൻസ് ജയിക്കുമെന്ന് യാതൊരു ഉറപ്പും അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ലോകസഭയിൽ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ സ്വീകാര്യത കണ്ട് ഇന്നല്ലെങ്കിൽ നാളെ രാഹുൽ ഗാന്ധി കശ്മീരിന്റെ രക്ഷയ്ക്കെത്തും എന്ന് തീരുമാനിച്ചതോടെയാണ് കശ്മീരിലെ ജനത ഇന്ത്യ മുന്നണിയെ അവിടെ അധികാരത്തിലേറ്റിയത്. എന്നാൽ ഇപ്പോൾ അപ്പനും മകനും BJPയുമായി രഹസ്യബന്ധം തുടങ്ങിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും BJP ഒപ്പം ചേർക്കും ആരെ വേണമെങ്കിലും അതവരുടെ കാര്യം നേടുന്നത് വരെ മാത്രമാണ്. യഥാർത്ഥത്തിൽ EVMന്റെ പേരിൽ കോൺഗ്രസിനെ പരിഹസിച്ച ഒമർ അബ്ദുള്ള കശ്മീരിലെ ജനതയെയാണ് ചതിക്കുന്നത് എന്നോർക്കുക. വിശ്വാസത്തിൽ വഞ്ചന കാണിച്ച ഇയാളെ ജനങ്ങൾ തന്നെ നാടുകടത്തും എന്നുറപ്പാണ്.